Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റെസിപ്രോക്കൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, റെസിപ്രോക്കൽ ഇക്വേഷന്റെ സോൾവ്ഡ് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നോക്കിയട്ടെ, ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് 6x5 മൈനസ് 41x4 പ്ലസ് 97x³ മൈനസ് 97x² പ്ലസ് 41x മൈനസ് 6 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇതൊരു റെസിപ്രോക്കൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഓഡ് ഡിഗ്രിയാണ്. x⁵5 ഓഡ് ഡിഗ്രിയാണ്. ഫസ്റ്റും ലാസ്റ്റും കൂടെ ഉള്ള ടേംസിനെ, ഈ കോയിഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്താൽ 6ഉം -6ഉം ആണ് വരുന്നത്. അടുത്ത ബിഗിനിങ്ങും എൻഡിങ്ങുമായിട്ട് വരുന്ന കോയിഫിഷ്യൻസ് കറസ്പോണ്ടിങ് ഇക്വേറ്റ് ചെയ്താൽ -41ഉം 41ഉം ആണ്. അടുത്തത് 97ഉം -97ഉമാണ്. ഓക്കെ, അപ്പം അതിന്റെ കോയിഫിഷ്യൻസുകളെ ഇക്വേറ്റ് ചെയ്താൽ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഓഡ് ഡിഗ്രി ആണ് വിത്ത് ഓപ്പോസിറ്റ് സൈനുമാണ്. ഓക്കെ ആണല്ലോ. റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഓഡ് ഡിഗ്രി വിത്ത് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ നമ്മൾ റിസൾട്ടിനകത്ത് പഠിച്ചു x=1 ഒരു റൂട്ട് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഓഡ് ഡിഗ്രി ഓപ്പോസിറ്റ് സൈനും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? x=1 എന്ന് പറയുന്നത് അതിന്റെ ഒരു റൂട്ട് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ x=1 ഒരു റൂട്ട് ആണെങ്കിൽ നമ്മൾ ഗിവൺ ഇക്വേഷനെ x=1 കൊണ്ട് നമുക്ക് സിന്തറ്റിക് ഡിവിഷൻ നടത്താൻ സാധിക്കും. അപ്പം x=1 റൂട്ട് ആണെങ്കിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് x-1 എന്ന് പറയുന്നത് ഈ ഗിവൺ ഇക്വേഷന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് x-1 കൊണ്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരിക്കും. എക്സാക്ട്ലി ഡിവിസിബിൾ എന്ന റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ x-1 ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ കോയിഫിഷ്യൻസുകളെ നമ്മൾ എടുത്തെഴുതുന്നു. ഇത് ഓൾറെഡി നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് സിന്തറ്റിക് ഡിവിഷൻ. അപ്പൊ കോയിഫിഷ്യൻസ് എടുത്തെഴുതുമ്പോൾ 6n -41 97 -97 41 -6. ഓക്കെ, കോയിഫിഷ്യൻസിനെ എടുത്തെഴുതി x=1 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എത്ര എഴുതി? ഇവിടെ 1 എഴുതി. ആദ്യത്തെ സ്റ്റെപ്പിൽ ഈ 6നെ നമ്മൾ താഴെ എഴുതി. ഓക്കെ, എന്നിട്ട് 1 × 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6 വരുന്നു. -41ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ -35 വരുന്നു. -35 × 1 മൾട്ടിപ്ലൈ ചെയ്തതായി ഇവിടെ എഴുതി -35 ആകുന്നു. വീണ്ടും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 62 കിട്ടുന്നു. അത് ഇവിടെ എഴുതി. ഇവിടെ 62 വന്നിരുമ്പോൾ 62നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നമ്മൾ 62 എഴുതി. വീണ്ടും -97ഉം 62യുടെ ആഡ് ചെയ്ത് -35 എഴുതി. അടുത്ത സ്റ്റെപ്പിൽ -35നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ -35 വന്നു. 41ഉം -35ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 6 വന്നു. അടുത്ത സ്റ്റെപ്പിൽ 6നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 6 എഴുതി. 6ഉം -6ഉം കൂടെ ആഡ് ചെയ്ത് 0 ആയി. ഈ കിട്ടുന്ന 0 എന്ന് പറയുന്നതാണ് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതൊക്കെ ആരുടെ കോയിഫിഷ്യൻസ് ആണ്? സക്സസീവ് ആയിട്ടുള്ള കോയിഫിഷ്യന്റുകളാണ്. അപ്പം നമ്മൾ x⁵5നെ അല്ലേ ഡിവൈഡ് ചെയ്തത്, അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇത് 6 × x⁴ ആയിരിക്കും. ഇത് -35 × x³ ആണ്. ഇത് 62 × x², ഇത് -35 × x -6 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ കോഷ്യന്റിനെ എങ്ങനെ എഴുതാം? കോഷ്യന്റ് 6x⁴ -35x³ പ്ലസ് 62x² അല്ലെ -35x പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഈവൻ ഡിഗ്രി ആണ്. ബിഗിനിങ്ങും എൻഡിങ്ങും ഉള്ള കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്താൽ ഈക്വൽ ആണ്. ഇതപ്പം റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് 1 ആണ് അല്ലെ. സ്റ്റാൻഡേർഡ് ടൈപ്പ് അല്ലെ ഇത്? റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അതായത് ടൈപ്പ് 1 റെസിപ്രോക്കൽ ഇക്വേഷൻ ആണ്. അപ്പം ഇനി അതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് നോക്കിയട്ടെ. അപ്പം ഇതിനെ അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? x² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 6x⁴നെ x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6x² കിട്ടി. -35x³ x² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ താഴെ നിന്ന് മുകളിൽ നിന്നും x² ക്യാൻസൽ ആയിട്ട് -35x വന്നു. 32x² x² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ താഴെ നിന്ന് മുകളിൽ നിന്നും x² ക്യാൻസൽ ആയി പോയിട്ട് 32 വന്നു. 35x x² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുകളിൽ നിന്നും താഴെ നിന്നും ഓരോ x ക്യാൻസൽ ആയിട്ട് -35 × 1/x വന്നു. 6നെ x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6/x² = 0 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അടുത്ത സ്റ്റെപ്പിൽ ഒരേപോലെ വരുന്ന ടേംസുകളിൽ നിന്നും കോയിഫിഷ്യൻസ് എടുത്ത് എഴുതാം. നോക്കിയട്ടെ,
6x² കൊണ്ട് ഏറ്റവും ലാസ്റ്റ് 6/x² കൊണ്ട് ഏത് കോമൺ എടുക്കാം? 6 കോമൺ എടുക്കുന്നു. അപ്പം ബ്രാക്കറ്റിൽ എന്ത് വരും? x² പ്ലസ് 1/x² വന്നു. ഓക്കെ അല്ലേ? അടുത്ത ടൈം നോക്കിയേ, -35x -35 ഇൻറ്റു 1/x ഏത് കോമൺ എടുക്കാം? -35 കോമൺ എടുക്കുന്നു. അപ്പം ബ്രാക്കറ്റിൽ ആര് വരും? x പ്ലസ് 1/x വരും. 62നകത്ത് പ്രത്യേകിച്ച് കോമൺ എടുക്കാനൊന്നുമില്ല, അതിനെ 62 ആയിട്ട് നിർത്തുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് നോക്കിയാൽ, ഇവിടെ ഈ x പ്ലസ് 1/x വന്നിട്ടില്ലേ, അതിന് പകരം y ഇട്ട് കൊടുക്കണം. x² പ്ലസ് 1/x² പകരം എന്തിട്ട് കൊടുക്കണം? y² മൈനസ് 2 ഇട്ട് കൊടുക്കണം. ഇത് പഠിച്ചു വെച്ചണം. ഇങ്ങനെയാണ് റെസിപ്രോക്കൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 6 ഇൻറ്റു y² മൈനസ് 2 മൈനസ് 35y പ്ലസ് 62 ഈക്വൽ ടു 0. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് 6 ഇൻറ്റു y² ആവുന്നു. 6 ഇൻറ്റു -2 -12 ആകുന്നു. അടുത്തത് -35y പ്ലസ് 62 ഈക്വൽ ടു 0 കിട്ടുന്നു. ഓക്കെ, അതായത് 6y² ഒരു ടേമേ ഉള്ളൂ, -35y ഉണ്ട്, -12 പ്ലസ് 62 ആകുമ്പോൾ 50 ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്? y ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ y² കോയിഫിഷ്യൻസ് ആണ് a എന്ന് പറയുന്നത്. അപ്പോൾ a ഈസ് ഈക്വൽ ടു 6 ആണ്. y കോയിഫിഷ്യൻ്റ് ആണ് b ഈക്വൽ ടു -35 ആണ്. കോൺസ്റ്റന്റ് ആണ് c ഈസ് ഈക്വൽ ടു 50 വരും. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് -b മൈനസ് ഉണ്ട് അല്ലേ? മൈനസ് അവിടെ കിടപ്പുണ്ട്. ബിയുടെ വാല്യൂ -35 ആണ്. പ്ലസ് ഓർ മൈനസ് √b², അതായത് -35ന്റെ സ്ക്വയർ 1225 മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു c മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 6 വരും. ഈ രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് ആണ്. ഇത് 4 ഇൻറ്റു 6 ഇൻറ്റു 50 1200 വരും. അപ്പോൾ √1225 മൈനസ് 1200 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 പ്ലസ് ഓർ മൈനസ് √25 വരും. √25/12 വരും. √25 5 ആണ്. അപ്പോൾ 35 പ്ലസ് ഓർ മൈനസ് 5/12 വരും. അതിനെ നമുക്ക് 35 പ്ലസ് 5/12 വരും. അടുത്തത് 35 മൈനസ് 5/12 വരും. 35 പ്ലസ് 5 40 40/12 30/12 40/12നെ 4 വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ 10/3 വരും. 30/12നെ 6 വെച്ച് ക്യാൻസൽ 5/2 വരും. ഓക്കെ, അപ്പം നമുക്ക് വൈക്ക് രണ്ട് വാല്യൂ കിട്ടി, 10/3 കിട്ടി, 5/2 കിട്ടി. y എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ x പ്ലസ് 1/x ആണ് y. അവിടെ നമുക്ക് ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം x പ്ലസ് 1/x ഈക്വൽ ടു 10/3 ഇട്ട് കൊടുക്കുന്നു. ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു x x², 1 ഇൻറ്റു 1 1, ഡിനോമിനേറ്റർ 1 ഇൻറ്റു x വരുന്നു ഈക്വൽ ടു 10/3. അടുത്ത സ്റ്റെപ്പിൽ 3a ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം, 10നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു x² പ്ലസ് 1 ഈക്വൽ ടു 10x എന്ന് വരുന്നു. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ 3x² പ്ലസ് 3 വരുന്നു. 10x ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ -10x ഈക്വൽ ടു 0. ഇത് വീണ്ടും എന്ത് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a അപ്ലൈ ചെയ്യുന്നു. ഇവിടെ x² കോയിഫിഷ്യൻ്റ് ആണ് a ഈസ് ഈക്വൽ ടു 3 വരും. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് b ഈക്വൽ ടു -10. കോൺസ്റ്റന്റ് ആണ് c ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എന്ത് വരും? -b -10 പ്ലസ് ഓർ മൈനസ് b², -10ന്റെ സ്ക്വയർ 100 മൈനസ് 4 ഇൻറ്റു a 3 ആണ്, c 10 ആണ്. 4 ഇൻറ്റു c 10 അല്ല c 3 4 ഇൻറ്റു 10 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 3 വരും. അപ്പോൾ മൈനസ് ആകുമ്പോൾ 10 ആകുന്നു. √100 മൈനസ് 36 ഡിവൈഡഡ് ബൈ 6 ആകുന്നു. 100 മൈനസ് 36 64 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് √64/6 വരും. √64 8 ആണ്. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 10 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 6 വരും. 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ 6 വരും. 10 പ്ലസ് 8 18 ആണ്. 18/6 3 വരും. 10 മൈനസ് 8 2/6 1/3 വരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എക്സിന് രണ്ട് വില കിട്ടി. ഏതൊക്കെ കിട്ടി? 3യും 1/3 കിട്ടി. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് x പ്ലസ് 1/xന് 5/2 കൊടുക്കാം. എക്സിൻ്റെ ഡിനോമിനേറ്റർ 1 ആക്കുന്നു. ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² പ്ലസ് 1/x ഈക്വൽ ടു 5/2 ആണ്.
ക്രോസ് ചെയ്യുമ്പോൾ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 2x² പ്ലസ് 2 വരുന്നു. എക്സിനെ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ 5x ആണ്. അതിങ്ങനെ ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ -5x = 0. വീണ്ടും ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ് x = -b ± (√b² - 4ac/2) ആണ്. x² കൂടെയുള്ള കോയിഫിഷ്യൻസ് ആണ് a = 2. എക്സിന്റെ കൂടെയുള്ള കോയിഫിഷ്യന്റ് ആണ് b -5. കോൺസ്റ്റന്റ് ആണ് c = 2. അപ്പം -b -5 വരും. ±√(b²) 25 ആവും. -4ac 4 × 2 × 2 / 2a 2 × 2 വരും. അപ്പം ഈ രണ്ട് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 5 ±√(25a - 16/4) വരും. 25a - 16 9 ആണ്. അപ്പോൾ 5 ±√9/4 വരും. അപ്പോൾ √9 3 ആണ്. അപ്പോൾ 5 + 3/4 വരും. 5 - 3/4 വരും. ഓക്കെ, 5 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 8/4 2 വരും. 5a - 3 2/4 1/2 വരും. അപ്പം എക്സിന്റെ അടുത്ത രണ്ട് റൂട്ടും കിട്ടി. അപ്പം നമുക്ക് എക്സിന് എത്ര വാല്യൂസ് മൊത്തം കിട്ടി? 4 വാല്യൂ കിട്ടിയില്ലേ? 3ഉം 1/3 2ഉം 1/2. ഓൾറെഡി നമ്മുടെ തുടക്കത്തിൽ തന്നെ ഒരു വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. x = 1 ഒരു വാല്യൂ ആണെന്ന് നമ്മൾ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെ എക്സിന് മൊത്തം എത്ര വാല്യൂസ് കിട്ടി? 5 വാല്യൂസ് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഓഡ് ഡിഗ്രി വിത്ത് ഓപ്പോസിറ്റ് സൈൻ വന്ന് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഓഡ് ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് സൈനും ആണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ x = 1 ഒരു റൂട്ട് ആണെന്ന് എഴുതുന്നു. അതിനുശേഷം ഗിവൺ ഇക്വേഷനെ നമ്മൾ x = 1 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ കിട്ടി. അപ്പം ഈ കിട്ടിയതാണ് കോയിഫിഷ്യന്റ്. ആ കോയിഫിഷ്യന്റിന്റെ പ്രത്യേകത, ആ കോയിഫിഷ്യന്റ് റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഈവൻ ഡിഗ്രി ആണ്. അതേപോലെ ടൈപ്പ് 1 ആണ്. ഫസ്റ്റും ലാസ്റ്റും ഉള്ള കോയിഫിഷ്യൻസ് ഈക്വൽ ആണ്. ടൈപ്പ് 1 ആണ്. ആ ഇക്വേഷനെ നമ്മൾ x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഒരേപോലുള്ള ടേംസിനെ എന്താണ് ഒരേ ബ്രാക്കറ്റിലാക്കി ഗ്രൂപ്പ് ചെയ്തു. അതിനകത്ത് x + 1/x-ന് y-യും x² + 1/x²-ന് y² - 2ഉം കിട്ടി. അങ്ങനെ നമുക്ക് y-യിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അതിനെ നമ്മൾ സോൾവ് ചെയ്ത് y-ക്ക് 2 വാല്യൂസ് കിട്ടി. ആ y-യുടെ വാല്യൂ നമ്മൾ x + 1/x-നകത്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x-ന് ഈ 2 വാല്യൂസ് കിട്ടി. അങ്ങനെ മൊത്തം x-ന്റെ 5 വാല്യൂസും കിട്ടി. ഓക്കെ ആണല്ലോ? അടുത്ത ടൈപ്പ് നോക്കിയാട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് 6x⁻6 -25x⁵5 plus 31x⁴ minus 31x² plus 25x minus 6 = 0. നോക്കിയാട്ടെ, ഈ റെസിപ്രോക്കൽ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റും ലാസ്റ്റും കൂടെ കമ്പയർ 6ഉം -6ഉം ആണ്. ഫസ്റ്റും ലാസ്റ്റും 6ഉം -6ഉം. അടുത്തത് ഫസ്റ്റും ലാസ്റ്റും കൂടെ കമ്പയർ -25ഉം 25ഉം ആണ്. പിന്നത്തെ കമ്പയർ ചെയ്താൽ 31ഉം -31ഉം ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഡിഗ്രി എന്താണ്? ഈവൻ ഡിഗ്രി ആണ്. ഫസ്റ്റും ലാസ്റ്റും ടേംസുകൾ കമ്പയർ ചെയ്യുമ്പോൾ കോയിഫിഷ്യൻസിനകത്ത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഇൻ സൈൻ ആണ്. അപ്പം ഇത് റെസിപ്രോക്കൽ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി റെസിപ്രോക്കൽ ഇക്വേഷനും ഓപ്പോസിറ്റ് സൈനുമാണ്. അപ്പൊ ഏത് ടൈപ്പാണ്? ടൈപ്പ് 2 ആണ് അല്ലെ? റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഈവൻ ഡിഗ്രിയും ഓപ്പോസിറ്റ് സൈനും ടൈപ്പ് 2 ആണ്. അപ്പൊ നമ്മൾ ഡെഫിനിഷനകത്ത് പഠിച്ചിട്ടുണ്ട് x = 1ഉം -1ഉം അതിന്റെ റൂട്ട് ആണ് എന്ന് പഠിച്ചു. ഓക്കെ, അത് ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. x = 1ഉം -1ഉം അതിന്റെ റൂട്ട് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് x - 1ഉം x + 1ഉം ഇതിന്റെ എന്താണെന്ന് പഠിച്ചു? ഫാക്ടേഴ്സ് ആണെന്ന് പഠിച്ചു. ഓക്കെ, x - 1ഉം x - 1ഉം x + 1ഉം ഇതിന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമുക്ക് x - 1 കൊണ്ടും എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. അതിനുശേഷം നമുക്കതിനെ x + 1 കൊണ്ടും എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരിക്കും. അതിന്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ എടുത്തെഴുതുന്നു. ഓക്കെ, എങ്ങനെ എടുത്തെഴുതുന്നു കേട്ടെ? സിന്തറ്റിക് ഡിവിഷൻ x = 1 കൊണ്ടും x = -1 കൊണ്ടും സിന്തറ്റിക് ഡിവിഷൻ എടുത്തിടണം. അപ്പൊ നമ്മുടെ കോയിഫിഷ്യൻസ് എടുത്ത് 6 -25 31. അവിടെ x³ ടേം ഇല്ല, അതുകൊണ്ട് 0 കൊടുത്തു. പിന്നെ -31 25 -6 കോയിഫിഷ്യൻസ് എടുത്തെഴുതുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അവിടെ x³ ടേം ഇല്ല. അപ്പം x³ ടേം ഇല്ലാത്തത് കൊണ്ട് ആ പ്ലേസിൽ എന്ത് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ആദ്യം നമുക്കിതിനെ 1 കൊണ്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാം. അപ്പം എന്താ, ഈ 6നെ നമ്മൾ താത്തെഴുതി 1 × 6 6 ആകുന്നു. -25ഉം 6ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ -19 വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ 1 × -9 ഇവിടെ -19 വരുന്നു.
31 മൈനസ് 19 കൂടെ ആഡ് ചെയ്ത് ഇവിടെ 12 വരുന്നു. വീണ്ടും 1 into 12 ഇവിടെ 12 ആകുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 0 plus 12 12 ഇവിടെ വരുന്നു. 1 into 12 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 12 വരുന്നു. മൈനസ് 31 12 കൂടെ ആഡ് ചെയ്ത് ഇവിടെ മൈനസ് 19 വരുന്നു. മൈനസ് 19 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ മൈനസ് 19. 25 മൈനസ് 19 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 ആകുന്നു. 1 into 6 6 ആകുന്നു. ഓക്കെ, മൈനസ് 6ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാകുന്നു? 0 ആകുന്നു. അപ്പോൾ x1 വെച്ചിട്ട് നമ്മൾ ഗിവൺ ഇക്വേഷനെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്തു, റിമൈൻഡർ 0 ആയി. ഇനി ഇതേ ഇക്വേഷന് തന്നെ -1ഉം ഒരു റൂട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം? ഈ കിട്ടിയ കോഷ്യന്റിനെ വീണ്ടും -1 ഉപയോഗിച്ച് സിന്തറ്റിക് ഡിവിഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ 6 ആകുന്നു. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ -6 വരുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ -25 ആകുന്നു. -25നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 25 വരുന്നു. 25ഉം 12ഉം കൂടെ ആഡ് ചെയ്ത് ഇവിടെ 37 വരുന്നു. 37 into -1 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ -37 ആകുന്നു. 12ഉം -37ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ -25 വരുന്നു. -25നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ 25 വരുന്നു. 25ഉം -19ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 ആകുന്നു. 6 into -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6. വീണ്ടും ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താകുന്നു? 0 ആകുന്നു. ഓക്കെ, 1ഉം -1ഉം ആണ് റൂട്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ ചെയ്തു. അപ്പം 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കോയിഫിഷ്യൻ്റ് എന്തായിരിക്കും? ഇത് x⁵5ന്റെ കോയിഫിഷ്യൻ്റ് ആണ്. വീണ്ടും ഇതിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ആരുടെ കോയിഫിഷ്യൻ്റ് ആവും? x⁴ന്റെ. അപ്പോൾ ഇത് 6x⁴ ആവും. ഇത് -25x³ ആവും. ഇത് 37x². ഇത് -25x + 6 എന്ന് വരും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ആ കോയിഫിഷ്യൻ്റ് നമ്മൾ എടുത്തെഴുതി. ഇതാ നോക്കിയാട്ടെ, 6x⁴ -25x³ + 37x² -25x + 6 = 0. ഇതെന്ന് നോക്കിയേ, ഇത് ഏത് ടൈപ്പാണ്? ഇത് റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഈവൻ ഡിഗ്രി ആണ്. അതേപോലെ ഏത് ടൈപ്പാണ്? ടൈപ്പ് 1 ആണ്. റെസിപ്രോക്കൽ ഇക്വേഷൻ ഈവൻ ഡിഗ്രി ആണ്. ഫസ്റ്റും ലാസ്റ്റും കോയിഫിഷ്യൻസിനെ ഇക്വേറ്റ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്. അതുപോലെ സെയിം സൈനുമാണ്. അപ്പം ഇത് റെസിപ്രോക്കൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. ഓക്കെ, ഇത് റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഈവൻ ഡിഗ്രി ആണ്. ടൈപ്പ് 1 ആണ്. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പ്, സ്റ്റാൻഡേർഡ് ഫോമും ആണ്. റെസിപ്രോക്കൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ തൊട്ടുമുമ്പത്തെ ഇക്വേഷനെ കണ്ടു, അതേ സ്റ്റെപ്പിലാണ് സോൾവ് ചെയ്യേണ്ടത്. എന്താണ്? ഈ ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് ഒരു x² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 6x⁴നെ x² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6x² കിട്ടുന്നു. -25x³ x² കൊണ്ട് ഡിവൈഡ്, താഴെ നിന്ന് മുകളിൽ നിന്ന് x² ക്യാൻസൽ ആയിട്ട് -25x വരുന്നു. 37x² x² കൊണ്ട് ഡിവൈഡ് 37 വരുന്നു. -25x x² കൊണ്ട് ഡിവൈഡ്, താഴെ നിന്ന് മുകളിൽ ഒരു x ക്യാൻസൽ ആയിട്ട് -25 into 1/x വരുന്നു. അടുത്തത് +6/x² = 0 വരുന്നു. ഓക്കെ, അപ്പം നമ്മൾ അത് റെസിപ്രോക്കൽ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടിയാൽ അതിനെ ത്രൂ ഔട്ട് x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഒരേപോലുള്ള ടേംസിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. 6x² 6/x², 6 കോമൺ എടുക്കുന്നു. ബ്രാക്കറ്റിൽ x² + 1/x² വരുന്നു. അടുത്ത -25x -25 into 1/x ആണ്. -25 കോമൺ എടുക്കുന്നു. അപ്പം ബ്രാക്കറ്റിൽ x + 1/x വരുന്നു. പിന്നെ +37 = 0 വരുന്നു. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? x + 1/x-ന് y കൊടുക്കണം. x² + 1/x² y² - 2 കൊടുക്കണം. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? 6 into y² - 2 -25y + 37 = 0 വരുന്നു. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6y² - 12 വരുന്നു. അപ്പോൾ 6y² ഒരു ടേം ഉണ്ട്. ഇവിടെ -12ഉം 37 ചേരുമ്പോൾ +25 ആവും. -25y = 0. വീണ്ടും കിട്ടിയത് ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി -b ± √b² - 4ac / 2a ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ y²ന്റെ കോയിഫിഷ്യൻ്റ് ആണ് a = 6. y-യുടെ കോയിഫിഷ്യൻ്റ് ആണ് b -25. കോൺസ്റ്റന്റ് ആണ് c = 25 വരുന്നു. അപ്പം -b -25 വരും. +or -b² -25ന്റെ സ്ക്വയർ 625 വരുന്നു. -4 into a into c 4 into 6 into 25 ഹോൾ ഡിവൈഡഡ് ബൈ 2a 2 into 6 വരുന്നു. ഇത് സിമ്പിൾ 625 - 600 വരുന്നു. അപ്പോൾ റൂട്ടിനകത്ത് 25 വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ± √25 ഡിവൈഡഡ് ബൈ 12 വരുന്നു. 25ന്റെ റൂട്ട് 5 ആണ്. അപ്പോൾ 25 ± 5/12 വരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 + 5/12 വരുന്നു.
25 മൈനസ് 5/12 വരുന്നത്. 25 പ്ലസ് 5 30/12 വരും. 25 മൈനസ് 5 20/12 വരും. ഇതിനെ നമുക്ക് 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 6 വെച്ച് ക്യാൻസൽ 5/2 വരും. ഇതിനെ 4 വെച്ച് ക്യാൻസൽ 5/3 വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വൈക്ക് 2 വാല്യൂസ് കിട്ടി. ആ വൈയുടെ വാല്യൂനെ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x പ്ലസ് 1/x കൊണ്ട് കൊടുക്കണം. അപ്പോൾ x പ്ലസ് 1/x ഈക്വൽ ടു 5a/2 ആകുന്നു. എക്സിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x സ്ക്വയർഡ് a പ്ലസ് 1/x ഈക്വൽ ടു 5a/2 വരും. 2വിനെ ക്രോസ് ചെയ്താൽ 2x സ്ക്വയർഡ് പ്ലസ് 2 വരുന്നു. എക്സിനെ ക്രോസ് ചെയ്താൽ 5x ആണ്. ലെഫ്റ്റിൽ വരുമ്പോഴത്തേന് മൈനസ് 5x ഈക്വൽ ടു 0. സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നു. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് എ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a അപ്ലൈ ചെയ്യുന്നു. എക്സ് സ്ക്വയർഡിന്റെ കോയിഫിഷ്യന്റ് ആണ് എ ഈസ് ഈക്വൽ ടു 2. എക്സിന്റെ കോയിഫിഷ്യന്റ് ബി ഈക്വൽ ടു മൈനസ് 5. കോൺസ്റ്റന്റ് ആണ് സി ഈസ് ഈക്വൽ ടു 2. അപ്പം മൈനസ് 5 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർഡ് മൈനസ് 5ന്റെ സ്ക്വയർ 25 വരും. മൈനസ് 4 ഇൻറ്റു എയുടെ വാല്യൂ 2 ആണ്. സിയുടെ വാല്യൂ 2 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 2 വരുന്നു. അപ്പോൾ മൈനസും പ്ലസ് ആവും. അപ്പോൾ 5a പ്ലസ് ഓർ മൈനസ് റൂട്ട് 25a മൈനസ് 16/4 വരുന്നു. അപ്പോൾ 5a പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 വരുന്നു. റൂട്ട് 9 3 ആണ്. അപ്പോൾ 5a പ്ലസ് ഓർ മൈനസ് 3/4 വരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിട്ട് സ്പ്ലിറ്റ് 5a പ്ലസ് 3/4 വരും. 5a മൈനസ് 3/4 വരും. 5 പ്ലസ് 3 8 8/4 2 വരും. 5 മൈനസ് 3 2/4 1/2 വരും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന് 2 വില കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതാ x പ്ലസ് 1/xന് 5/3 കൊടുത്തു. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ ഡിനോമിനേറ്റർ 1 ആക്കുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 വരും. x ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 5a/3 വരുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3x സ്ക്വയർഡ് പ്ലസ് 3 വരുന്നു. ഇത് 5x വരുന്നു. ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് മൈനസ് 5x ഈക്വൽ ടു 0 കിട്ടി. ഒരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യേണ്ട മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് മൈനസ് 4ac/2a അപ്ലൈ ചെയ്യുന്നു. അവിടെ എയുടെ പ്ലേസിൽ കൊടുക്കേണ്ടത് 3 ആണ്. ബിയുടെ പ്ലേസിൽ മൈനസ് 5 കൊടുക്കണം. സിയുടെ പ്ലേസിൽ 3 ഇട്ട് കൊടുത്തു. അപ്പം മൈനസ് 5 ഇത് 5 ആയി. റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് 5ന്റെ സ്ക്വയർ 25 മൈനസ് 4ac 4 ഇൻറ്റു 3 ഇൻറ്റു 3 അപ്പോൾ 36 വരും. അപ്പോൾ 5a പ്ലസ് ഓർ മൈനസ് റൂട്ട് 35a മൈനസ് 36 ആണ്. റൂട്ട് 25a മൈനസ് 36 മൈനസ് 11 വരും. അപ്പോൾ 5a പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 11/6 ആണ്. ഞാൻ നേരത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റൂട്ട് മൈനസ് 11 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? ആ റൂട്ടിനകത്ത് വരുന്ന മൈനസിന് വരും i² ഇട്ട് കൊടുക്കണം. അപ്പോൾ റൂട്ട് i² ഇൻറ്റു 11 എന്ന് വരും. അത് മറന്നുപോലെ. അപ്പോൾ 5a പ്ലസ് ഓർ മൈനസ് റൂട്ട് i² ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 6 വരും. i² റൂട്ടിന്റെ വെളി വരുമ്പോൾ എന്തായിട്ട് മാറും? i ആയിട്ട് മാറും. അപ്പോൾ 5a പ്ലസ് ഓർ മൈനസ് i ഇൻറ്റു റൂട്ട് 11/6 എന്ന് വരും. ഇതിനെ നമുക്കിനി പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 2 റൂട്ട്. ഒന്നിനെ നമുക്ക് 5a പ്ലസ് i റൂട്ട് 11/6 എന്ന് എഴുതാം. രണ്ടാമത്തെ റൂട്ടിനെ നമുക്ക് 5a മൈനസ് i റൂട്ട് 11/6 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, 2 റൂട്ട് കിട്ടിയില്ലേ? അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇതാ എക്സിന് 2 റൂട്ടും കിട്ടി. ഇവിടെ നിന്നും എക്സിന് 2 റൂട്ടും കിട്ടി. ഓക്കെ, തുടക്കത്തിൽ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഇക്വേഷൻ ഓഫ് ഈവൻ ഡിഗ്രി വിത്ത് ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് കണ്ടപ്പോൾ 1 മൈനസ് 1 2 റൂട്ടാണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 6th ഡിഗ്രി ഇക്വേഷൻ ആയിരുന്നു. ആ 6th ഡിഗ്രി ഇക്വേഷന് മൊത്തം 6 റൂട്ട് വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ റെസിപ്രോക്കൽ ഇക്വേഷൻസ് തന്നാൽ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ റെസിപ്രോക്കൽ ഇക്വേഷൻ ഏത് ടൈപ്പ് ആണെന്ന് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ടൈപ്പിനനുസരിച്ച് നമുക്ക് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു റൂട്ട് എഴുതാനായിട്ട് സാധിക്കും. ആ റൂട്ട് കിട്ടിയാൽ നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോഷ്യന്റ് കിട്ടുന്നു. ആ കോഷ്യന്റിനെ പിന്നെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ആയിട്ടുള്ള റൂട്ടുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. എക്സാമിന് എസ്എ പാർട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റെസിപ്രോക്കൽ ഇക്വേഷൻ. അതുകൊണ്ട് ചെയ്ത് പഠിച്ചോണം. സ്റ്റെപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്തെങ്കിലേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസേ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളൂ. സോൾവ് സെക്ഷനകത്ത് എക്സസൈസിൽ ഇനിയും ബാലൻസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സോൾവ് ചെയ്ത് ആൻസർ അയച്ചു തരാം. ഓക്കെ ആണല്ലോ? ഓക്കെ.